വർഷം മുമ്പ് സൗദിയിലെ റിയാദിലേക്ക് ട്രക്ക് ഡ്രൈവറായി ജോലിക്ക് പോയ കൊല്ലം കടയ്ക്കൽ സ്വദേശി ഷൈൻ ശശിധരൻ കഴിഞ്ഞ 9 മാസമായി റിയാദ് ജയിലിലാണ്. നാട്ടിലേക്ക് വരാൻ ലീവ് ചോദിച്ചതിന് സൗദിയുമായി ഉണ്ടായ പിണക്കമാണ് ഒടുവിൽ ഷൈനിനെ ജയിലിലേക്ക് എത്തിച്ചത്. ഗൾഫിൽ എത്ര കാലമായി? 5 വർഷം കഴിഞ്ഞ്. ആദ്യം പോയി 2 വർഷം കഴിഞ്ഞപ്പോ തിരിച്ചു വന്ന്, ഇപ്പം പോയിട്ട് 3 വർഷം കഴിഞ്ഞ്. ഹെവി ഡ്യൂട്ടി ഡ്രൈവറാ? ട്രക്ക് ഡ്രൈവറാണ്. അവിടുത്തെ ലൈസൻസ് ഉണ്ട്? ലൈസൻസ്. സാമാന്യം ഭേദപ്പെട്ട ഒരു ശമ്പളം കിട്ടുന്ന ഒരാളായി അല്ലേ? ശമ്പളം കൃത്യമായിട്ട് കിട്ടത്തില്ല, 2-2.5 മാസം കൂടുമ്പോഴാണ് ശമ്പളം കിട്ടുന്നത്. പക്ഷെ ശമ്പളം ഉണ്ട്. എന്താ സംഭവിച്ചു യഥാർത്ഥത്തിൽ? 2 വർഷം ആയപ്പോഴേ ലീവ് ചോദിച്ച് നാട്ടിൽ പോവാൻ. അപ്പോഴും കൊടുത്തില്ല. 6 മാസം കൂടെ കഴിയട്ടെന്ന് പറഞ്ഞു. എന്നിട്ട് 6 മാസം കഴിഞ്ഞിട്ട് ലീവ് കൊടുത്തില്ല. അപ്പം 3 വർഷമായി. ഡിസംബർ 15 മുമ്പ് പറഞ്ഞ് എനിക്ക് നാട്ടിൽ പോകണം എന്ന് പറഞ്ഞ് ഓടിച്ചോണ്ടിരുന്ന വണ്ടി തിരിച്ചുകൊണ്ട് ഇട്ട് കൊടുത്ത്, സൗദി എടുത്ത് പറഞ്ഞ് തിരിച്ചുകൊണ്ട് ഇട്ട് കൊടുത്ത്. ഇപ്പോൾ ഡിസംബർ 15-ാം തീയതി ആയപ്പം പറഞ്ഞ് വേറൊരു വണ്ടി കൊടുത്തിട്ട് പറഞ്ഞ് നീ ഒന്ന് വർക്ക്ഷോപ്പ് വരെ പോയിട്ട് വാ, അപ്പോൾ നിനക്ക് പോകാനുള്ള പേപ്പറെല്ലാം ശരിയാക്കി വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം പറഞ്ഞ് പോകത്തില്ല എന്ന് പറഞ്ഞപ്പം മാനേജർ പറഞ്ഞ് ഒന്ന് അവരുടെ ദേഷ്യം വാങ്ങിക്കേണ്ട, പോകാൻ പറഞ്ഞു. അങ്ങനെ പോയതാ. പോയിട്ട് വർക്ക്ഷോപ്പിൽ പോയി തിരിച്ചു വരുന്ന വഴിക്ക് ബ്രേക്കിൻ്റെ ഹാൻഡ് പെഡൽ പൊട്ടി ട്രാക്ക് മാറിപ്പോയതാണ് വണ്ടി. 3 വണ്ടികൾ ചെന്ന് ഇടിച്ച് അതിനുശേഷം ജയിലിലാവുന്നതാണ്. പൈസ അടയ്ക്കണമെന്നാണ് പറയുന്നത്. 1,73,000 സൗദി റിയാൽ അടയ്ക്കണമെന്നാണ് പറയുന്നത്. അറബി വണ്ടി അന്ന് പിറ്റേന്ന് തന്നെ വന്ന് ഇറക്കിക്കൊണ്ടുപോയി, ഇടിച്ച വണ്ടി. ആ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ലായിരുന്നു അന്ന് ഓടിച്ച വണ്ടിക്ക്. ഇൻഷുറൻസുകാർക്കാണ് പൈസ കൊടുക്കേണ്ടത്. ചെന്നിടിച്ച 3 വണ്ടികളുടെ ഇൻഷുറൻസിനാണ് പൈസ കൊടുക്കേണ്ടത്. 1,73,000 എന്ന് പറഞ്ഞാൽ ഇവിടത്തെ 30 ലക്ഷം രൂപ ഒന്നിപ്പോ കൊടുക്കാൻ പറ്റുന്നതല്ല. എത്ര കാലത്തിനാ ശിക്ഷിച്ചുള്ളത്? ശിക്ഷയൊന്നും പറഞ്ഞിട്ടില്ല. കേസ് ഇതുവരെ വിളിച്ചിട്ടില്ല. ആദ്യം അറബി പറഞ്ഞ് 35,000 റിയാൽ കൊടുക്കാന്ന് പറഞ്ഞു ആദ്യം. ബാക്കി എന്നാലും കൊടുക്കാൻ നമ്മളെ ഇല്ല ബാക്കി. അറബി കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ ബാക്കി നമ്മളെ ഇല്ലാത്തോണ്ട് ഇപ്പൊ അതിനെ കുറിച്ചൊന്നും പറയുന്നതും ഇല്ല. നമുക്ക് അവിടുത്തെ സംഘടനകളുമായിട്ടൊന്ന് ഇപ്പൊ ഇതിൽ ഒന്ന് സംസാരിച്ച് നോക്കാം. ഈ പ്രോഗ്രാമിൽ വിളിക്കാറുണ്ടോ? പക്ഷേ ആഴ്ചയിലൊരിക്കലൊക്കെ വിളിക്കും. മക്കൾ എത്ര ആളാ? മക്കളില്ല. കല്യാണം കഴിഞ്ഞ് 1.5 മാസം ആയപ്പം പോയതാ. പിന്നെ ഒരു പ്രാവശ്യം വന്നു അല്ലേ? വന്നില്ല. ശരി. റിയാദിലെ പ്രവാസലോകം പ്രവർത്തകരാണ്. ഒരു സങ്കടകരമായ ഒരു കാര്യമാണ്. ജോലി ഉപേക്ഷിച്ച ഒരാൾ തന്നെ നാട്ടിൽ പോകാൻ അനുവദിക്കാത്ത മുതലാളിയോട് പ്രതിഷേധിച്ച് താൻ ജോലി ചെയ്യുന്നില്ല, തനിക്ക് നാട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞ ആളോട് ഒരു വണ്ടി എടുത്തു കൊടുത്ത് ഗരാജിൽ പോയി റിപ്പയർ ചെയ്ത് വരാൻ പറയുകയും അതനുസരിക്കുകയും ചെയ്തപ്പോഴുണ്ടായ ഒരു ദുരന്തമാണ് ഷൈന് സംഭവിച്ചത്. യഥാർത്ഥത്തിൽ ഷൈനെ പോലെ നിസ്സഹായരായ മനുഷ്യർ ഇത്തരത്തിലുള്ള ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ പൊതുവെ സഹായങ്ങൾ കിട്ടൽ ബുദ്ധിമുട്ടാണ്. 1,73,000 ദിർഹം എന്ന് പറയുന്നത് ഷൈന് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഒരു സംഖ്യയാണ്. നോർക്ക് ഇടപെട്ടു. എന്നിട്ടത് 35,000 അറബി കൊടുക്കാമെന്ന് പറഞ്ഞു. ബാക്കി കൊടുക്കാൻ വേണ്ടേ? എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മുടെ പ്രവർത്തകരുണ്ട്, പ്രവാസലോകത്തിൻ്റെ പ്രവർത്തകരുണ്ട്, മറ്റ് സാമൂഹ്യ സംഘടനകളിലുള്ള പ്രവർത്തകരുണ്ട്, കൊല്ലം ജില്ലക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ റിയാദിലുണ്ട്. എനിക്കറിയാം, ഞാൻ അവിടെ ചെല്ലുമ്പോഴൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. നിങ്ങളെല്ലാവരും കൂടി വിചാരിച്ചാൽ ഷൈനെ പുറത്തിറക്കാൻ കഴിയും. ഒരുപാട് ഉയർന്ന പദവികളിലുള്ള മലയാളികളുണ്ട് അവിടെ. അവരെല്ലാവരും കൂടി വിചാരിച്ചാൽ
ഷൈൻ എന്ന ചെറുപ്പക്കാരൻ വീട്ടിലെത്തും. 1.5 മാസമാണ് അയാൾ ദാമ്പത്യം അനുവദിച്ചിട്ടുള്ളത്. 1.5 മാസം കഴിഞ്ഞപ്പോഴാണ് ജോലി തേടി വീണ്ടും ഗൾഫിലേക്ക് ഷൈൻ പോകുന്നത്. ഈ സഹോദരി ഭർത്താവിനെയും കാത്തിരിക്കുകയാണ്. ശരണ്യക്ക് കാര്യമായ ജോലിയൊന്നുമില്ല, ഡെയിലി വൈസിന് പോകുന്ന ഒരാളാണ്. അത്ര സാമ്പത്തികമായി ഉയർന്ന കുടുംബമൊന്നുമല്ല എന്നാണ് അവരുടെ വർത്തമാനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യത്തിൽ പ്രവാസലോകം പ്രവർത്തകർ മുൻകൈ എടുത്തുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ഷൈനെ സഹായിക്കാൻ കഴിയുമെങ്കിൽ അതൊരു വലിയ കാര്യമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണ് എന്നുള്ളത് എനിക്കറിയില്ല. ചിലപ്പോൾ നിങ്ങളുടെ സ്വാധീനം കൊണ്ടൊന്നും കൊടുക്കാതെ അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ പറ്റും, അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും പൈസ കൊടുത്തുകൊണ്ട് ഇൻഷുറൻസ് കമ്പനിയായിട്ട് നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ട് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അദ്ദേഹത്തെ മോചിപ്പിക്കാൻ കഴിഞ്ഞേക്കും. ഏത് നിലയിലായാലും ഷൈൻ്റെ മോചനം നമ്മൾ ചെയ്യേണ്ട ഒരു കടമയാണ് എന്ന് ഞാൻ പ്രവാസ ലോകത്തെ ഓർമ്മപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും നിസ്സഹായരായ ഇത്തരം മനുഷ്യരുടെ കഥകൾ തന്നെയാണ് നമ്മൾ ഏത് കാലത്തും ഏറ്റെടുത്തിട്ടുള്ളത്. അസാധ്യമെന്ന് തോന്നുന്ന നിരവധി കാര്യങ്ങൾ ഏറ്റെടുത്തവരാണ് പ്രവാസ ലോകം. അതിന് പരിഹാരം കണ്ടവരാണ് പ്രവാസ ലോകം പ്രവർത്തകർ. ഇതും അവർ ഏറ്റെടുക്കും, അതിന് പരിഹാരം ഉണ്ടാക്കും എന്ന പ്രത്യാശയോടുകൂടി ഞാൻ ഈ കുടുംബത്തെ തിരിച്ചയക്കാൻ പോവുകയാണ്. അമ്മയ്ക്ക് വല്ലതും പറയണ്ട. അവൻ്റെ ഒരു വരുമാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അച്ഛൻ 10-20 വർഷമായി ജോലി ചെയ്തിട്ട് പ്രഷർ എന്നൊക്കെ തളർന്ന് ഇപ്പോൾ ശ്വാസം മുട്ടാണ്ടിരിക്കുകയും ഞാൻ എൻ്റെ ഓഫീസിൽ പോകുമായിരുന്നു. ഇപ്പം പെൻഷനായി, 2 വർഷമായി പെൻഷനായിട്ട്. 1 വർഷമായി ഒരു പൈസ അയക്ക് ഒന്നും ചെയ്തിരുന്നു. ഇങ്ങനെ ആയിട്ട് പിന്നെ കിടക്കണം 10 സെൻറ്റും ഒരു വീട് മാത്രമേ ഉള്ളൂ. പറയണ്ട.